നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് പ്രിയദർശിനി. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ് സ്ത്രീകൾക്ക് ഫ്രീ ആയി ബസ് സർവീസ് ചെയ്തു കൊടുക്കുന്നൊരു പദ്ധതിയെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഈ ജൂൺ 15-ന് ആ പദ്ധതി നടപ്പിലാക്കാനാണ് നമ്മുടെ സർക്കാരിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ KSRTC ഓർഡിനറി KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഏകദേശം 800 കോടിയോളമാണ് ഓരോ വർഷവും KSRTCക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചിലവുണ്ടാവുക. അപ്പോൾ ആ പൈസ KSRTCക്ക് നമ്മുടെ സർക്കാർ നൽകുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിന് നല്ല വശവുമുണ്ട്, മോശം വശവുമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായി എന്താണ് പ്രിയദർശിനി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാം. നമ്മുടെ പുതിയ വന്ന സർക്കാർ സ്ത്രീകൾക്ക് സൗജന്യ അതായത് ഓർഡിനറി KSRTC ബസ് സർവീസ് നൽകുന്നതിനാണ് ഈ പ്രിയദർശിനി എന്ന് പറയുന്നത്. അപ്പോൾ അവയുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇവ എന്തിനാണ് ഈ പ്രിയദർശിനി കൊണ്ടുവന്നതെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം. നമ്മുടെ എല്ലാ അമ്മമാരും സഹോദരിമാരും ഒക്കെ ധാരാളം പുറത്തൊക്കെ പോകുന്നതാണ്. അതായത് അമ്മമാരൊക്കെ പുറത്ത് പോകുന്നു, ജോലിക്ക് പോകുന്നു, നമ്മുടെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുന്നു, പിന്നെ വേറെ എന്തെങ്കിലും പല ആവശ്യത്തിനും പുറത്ത് പോകുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മുടെ മാസം ഇതിന് തന്നെ നല്ല പൈസ മാറ്റി വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ചിലവ് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് അഥവാ അമ്മയുടെ കുടുംബത്തിനോ അതുമായി ബന്ധപ്പെട്ട സ്വകാര്യ ആവശ്യത്തിനോ ഒക്കെ എടുക്കാവുന്ന എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ സർക്കാർ ഇത് ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് സ്ത്രീ എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇവർക്കെന്ന് പറയുമ്പോൾ ധാരാളം പണി വേറെയും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ഈ പൈസ ഇവർക്ക് വേറെ ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. പിന്നെ ഇതിന് എത്ര ചിലവാകുമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇതുവരെ നമ്മുടെ കേരളത്തിൽ മറ്റും ഇങ്ങനെ ഫ്രീ ആയി ബസ് സർവീസ് നടത്തിയിട്ടില്ല. അപ്പോൾ KSRTCയുടെ ഒരു കണക്കെടുപ്പ് പ്രകാരം ഏകദേശം 800 കോടിയോളമാണ് ഇതിന് വർഷം തോറും ചിലവ് വരിക എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് 800 കോടി ഒരു ചെറിയ പൈസയാണോ എന്നുള്ളതാണ്. പക്ഷേ അത് തികച്ചും തെറ്റായ കാര്യം തന്നെയാണ്. 800 കോടി ഒരു വളരെ വലിയ സംഖ്യ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും, കേരളത്തിൽ അത്രയും സാമ്പത്തിക ശക്തി ഉണ്ടോ എന്നുള്ളതൊക്കെ. പക്ഷേ നമ്മുടെ സർക്കാർ അത് KSRTCക്ക് എത്തിച്ചു കൊടുക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രൈവറ്റ് ബസ്സുകാരുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഓർഡിനറി ബസ്സിൽ കയറുകയാണെങ്കിൽ പ്രൈവറ്റ് ബസ്സിൽ പോകുന്ന ആൾക്കാരുടെ എണ്ണം കുറയും എന്നുള്ള പരാതിയുമായിട്ടാണ് ഈ പ്രൈവറ്റ് ബസ്സുകാർ വന്നത്. അപ്പോൾ ഏകദേശം 3500 KSRTC ബസ്സും ഏകദേശം 9000 പ്രൈവറ്റ് ബസ്സുമാണ് നമ്മുടെ കേരളത്തിൽ ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓർഡിനറി ബസ്സൊക്കെ ഫ്രീ ആക്കുകയാണെങ്കിൽ എല്ലാവരും അങ്ങോട്ടേക്ക് പോവുകയും സ്ത്രീകളെല്ലാവരും അങ്ങോട്ടേക്ക് പോവുകയും അങ്ങനെ ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ ലാഭം കുറയും എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഇവർ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീകളാണ് കൂടുതലും ഈ ബസ്സുകളിൽ കയറുന്നതെന്നാണ്. അപ്പോൾ ആ സ്ത്രീകൾ KSRTC കയറുകയും ഈ പ്രൈവറ്റ് ബസ്സിൽ കയറാതെയുമാകുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പരാതി എന്താണെന്ന് വെച്ചാൽ കുറേ പേരുടെ ജോലി പോകുമെന്നുള്ളതാണ്. അതും ഒരു സത്യം തന്നെയാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈ KSRTC എന്തുകൊണ്ട് KSRTC എന്തുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഗവൺമെൻറ് നടത്തുന്ന ഒരു സർവീസാണ് ഈ KSRTC എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏകദേശം ഈ KSRTC മാത്രമേ ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം 800 കോടിയോളമാണ് ഇവർക്ക് നഷ്ടമായി വരുന്നത് ഇതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതിന് നല്ല വശവും മോശം വശവും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇതിന് നല്ല വശവുമുണ്ട്, മോശം വശവുമുണ്ട്. അപ്പോൾ ഈ KSRTC കയറുന്നതുകൊണ്ട് തന്നെ ധാരാളം പേർ ഈ KSRTC കയറുകയും അതുപോലെ തന്നെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കൂടുതൽ ഇത് വരികയും ചെയ്യുന്നു. അങ്ങനെ തന്നെ ധാരാളം സ്വകാര്യ വാഹനങ്ങൾ ഈ പബ്ലിക്കിൽ ഇറങ്ങാതാവുകയും കൂടുതൽ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് ഊർജ്ജം നൽകുകയും ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. പിന്നെ സ്ത്രീ ശാക്തീകരണം, അങ്ങനെ സ്ത്രീകളുടെ ചിലവ് കുറയ്ക്കുക, എക്സ്ട്രാ വരുന്ന ചിലവ് കുറയ്ക്കുക, ആ ചിലവുകാരുടെ വീട്ടാവശ്യത്തിനും അതുപോലെയുള്ള മറ്റാവശ്യങ്ങൾക്കൊക്കെ എടുക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ നല്ല വശമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതിന് മോശം വശം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ
നമുക്ക് KSRTCക്ക് വലിയ നല്ലപോലെ നഷ്ടം വരുന്നു. അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകാർക്കും നല്ലപോലെ നഷ്ടം വരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ മോശം വശമായി നമ്മൾ നോക്കുകയാണെങ്കിൽ കാണുന്നത്. പിന്നെ ഇതുകൊണ്ട് തന്നെ നമ്മുടെ കേരള സർക്കാർ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം, ഇതുപോലെ തന്നെ വേറെ സംസ്ഥാനങ്ങളിലും ഫ്രീ ആയിട്ട് ബസ് സർവീസ് കൊടുക്കുന്ന രീതി ഉണ്ടായിട്ടുണ്ട്. അതായത് കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ. അപ്പോൾ അവരെയൊക്കെ നോക്കി പഠിച്ചുകൊണ്ടാണ് നമ്മുടെ സർക്കാർ ഇത് ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എന്തൊക്കെയായാലും ഈ ജൂൺ 15 മുതൽ നമ്മുടെ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ടുള്ള ബസ് സർവീസ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതിന് നല്ല വശമാണോ കൂടുതൽ മോശം വശമാണോ എന്നൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കത്തില്ല. കാരണം നമുക്കറിയാം, ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊക്കെ കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏതാനും മാസങ്ങളും ഏതാനും വർഷങ്ങളൊക്കെ ഉപയോഗിച്ചാൽ, ഇതിങ്ങനെ തുടർന്ന് പോയാൽ മാത്രമേ നമുക്ക് ഇതിന് നല്ല വശമാണോ മോശം വശമാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.